പറയാൻ ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് അതിന് പോലും സമയമില്ലാതെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഇതിനായിരുന്നോടി? എന്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി രാപകലില്ലാതെ ഓടുന്ന പെണ്ണാണല്ലോ എന്ന് കരുതി അതിരാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതുപോലും കഴിക്കാൻ നിൽക്കാതെ നീ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയതേ ഇവളെ കാണാനായിരുന്നല്ലേ? ഏവന്റെയോ വീട് കണ്ടുപിടിക്കണമെന്നോ അങ്ങ് മലമറിച്ച് കളയാന്നൊക്കെയോ പറഞ്ഞിട്ടല്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അത് നിന്റെ പുതിയ അമ്മായിയമ്മയ്ക്കൊപ്പം അമ്പലത്തിൽ വന്നിരുന്ന് സൊറ പറയാനായിരുന്നല്ലേ? ഇവൾക്ക് ഏതോ മാറാരോഗം പിടിപെട്ട് ഏതോ ആയുർവേദ ആശുപത്രിയിൽ സ്ഥിരമായി കിടത്തിരിക്കുകയാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? പിന്നെ ഇവളിപ്പോ ഇവിടെ എങ്ങനെ വന്നു? അമ്മ അത് മിണ്ടി പോകരുത് നീ. ഇത് അമ്പലമായി പോയി, അല്ലെങ്കിൽ ഞാൻ നിന്റെ മുഖം അടച്ചു പൊട്ടിച്ചേനെ. ഞാൻ എത്രത്തോളം സങ്കടപ്പെടുന്ന അവസ്ഥയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്റെ മോൻ എവിടെയാണെന്ന് പോലും അറിയില്ല. ഒരുത്തനാണെ ജയിലിലും. എന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാനായി രണ്ടുപേരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് വരുത്തി തീർത്തിട്ട് നീ ഇവളെയും കൊണ്ട് ഊരി ചുറ്റി നടക്കുകയായിരുന്നല്ലേ? അമ്മേ പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇതാരും പറഞ്ഞറിഞ്ഞതൊന്നും അല്ലല്ലോ. ആശുപത്രി കിടക്കുന്ന ഇവളെ നിനക്ക് എങ്ങനെ ഇവിടുന്ന് കിട്ടി? പറ. ആ സത്യം അമ്മയോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നേരാണ്. നിഖിലിനെയും എന്റെ അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇവരെ 3 പേരെയും കൂടി ഒരു വാടക വീടെടുത്ത് അവിടെയാ താമസിച്ചിരിക്കുന്നത്. നിർമ്മലാന്റിയുടെ പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമാ ഞാനത് അമ്മയോട് പറയാതിരുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇവൾ ആശുപത്രി കിടന്നാലേ എനിക്കൊന്നുമില്ല. നീ വാടക വീടെടുത്ത് നിന്റെ അമ്മയുടെ കൂടെ താമസിപ്പിച്ചാലേ എനിക്കൊന്നുമില്ല. പക്ഷേ നീ എന്നോട് കള്ളം പറഞ്ഞിട്ട് എന്തിനിവളെ കാണാൻ വന്നു? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അമ്മ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കാമോ? അമ്മ ഡ്രസ് ചെയ്തോണ്ട് നിൽക്കുമ്പോ ഞാൻ താഴെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയതാ. അപ്പോഴാ ഈ അമ്പലത്തിൽ നിന്ന് ആരോ വിളിച്ച് നിർമ്മലാന്റി ഇവിടെ ബോധം കെട്ട് വീണു എന്ന് എന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് മാത്രമാ അമ്മ ഇറങ്ങി വരുന്നത് വരെ കാത്തു നിൽക്കാതെ എനിക്ക് വേഗം അമ്പലത്തിലേക്ക് വരേണ്ടി വന്നത്. ഞാൻ വന്ന് നോക്കുമ്പോ ആന്റി ആളുകൾ എല്ലാവരും കൂടി പിടിച്ച് അവിടെ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുമായിരുന്നു. സുഖമില്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആന്റി ഉള്ള ഗുളിക കഴിക്കുന്നതിന്റെ കൂടെ ഉപവാസ വ്രതം കൂടി നോക്കി. എന്നിട്ടെന്താ, ഭക്ഷണം കഴിക്കാതെ ഷുഗർ താഴ്ന്നു കൊഴിഞ്ഞു വീണു. അമ്മ നേരത്തെ പറഞ്ഞില്ലേ ഗൗതമിനെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് നിർമ്മലാന്റിയോടൊപ്പം ഊരി തണ്ടി നടക്കുന്നു. ഈ നിർമ്മലാന്റി ഇവിടെ തളർന്നു വീണത് ഗൗതമിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപവാസം എടുത്തിട്ടാ. ഈ കൈ ഒന്ന് പിടിച്ചു നോക്ക്, ഇപ്പോഴും വിറയിൽ മാറിയിട്ടില്ല. ഇവിടുത്തെ പായസ പ്രസാദം കൊടുത്തിട്ടാ ഇത്രയെങ്കിലും ഒന്ന് നോർമലാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നത്. ശരിയാ, അമ്മയ്ക്ക് എന്നെ കുറ്റപ്പെടുത്താം. പ്രണവിനെ കണ്ടുപിടിക്കുമെന്നും ഗൗതമിനെ ജയിലിൽ നിന്ന് ഇറക്കുമെന്നും പറയുന്നതല്ലാതെ ഇതുവരെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നേര് തന്നെയാ. നിർമ്മലാന്റി ബോധമില്ലാതെ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോ ഓടി വന്നത്. അതാണ് ഞാൻ ചെയ്ത തെറ്റെങ്കിൽ അതിനെ തെറ്റെന്ന് തന്നെ അമ്മ വിളിച്ചോളൂ. എനിക്കതിലൊന്നും പറയാനില്ല. പിന്നെ നിർമ്മലാന്റി എന്റെ അമ്മയും നിഖിലും ഒരുമിച്ചൊരു വീട്ടിലുണ്ടായിരുന്നു എന്ന് അമ്മയോട് പറയാതിരുന്നത്, അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് കൂടുതൽ വിഷമം തോന്നുമെന്ന് കരുതിയിട്ട് മാത്രമാ. അല്ല, ആ വീട് ആരാ വാടകയ്ക്ക് എടുത്തത്? ഗൗതമല്ലേ വാടകയ്ക്ക് എടുത്തത്? ഗൗതം വീട് വാടകയ്ക്കെടുത്ത് ഈ നിർമ്മലയെ കൂടി അവിടെ താമസിപ്പിക്കണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവളാണ് പെറ്റമ്മയെന്ന് നിങ്ങൾ ഗൗതമിനോട് പറഞ്ഞു അല്ലേ? പറ നിർമ്മലേ, സത്യം നിങ്ങൾ അവനെ അറിയിച്ചു കഴിഞ്ഞു അല്ലേ? നിധി പറ, എല്ലാം അവനെ അറിയിച്ചോ? നിങ്ങള് പറഞ്ഞു കൊടുത്തോ? എല്ലാം പറഞ്ഞു അല്ലേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഒരു മറുപടി പറ. എല്ലാം പറഞ്ഞു അല്ലേ? എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? പറ, സത്യം പറ നിധി.
എനിക്കറിയണം. എനിക്ക് തന്ന വാക്ക് നീ തെറ്റിച്ചോന്ന് എനിക്കറിയണം. അമ്മേ, വേണ്ട, വെറുതെ അങ്ങ് പറയണ്ട. നീ പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യേ. ഈ അമ്പലത്തിൽ വെച്ച് സത്യം ചെയ്യ. നീ ഗൗതമിനെ നീ ഒന്നും അറിയിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്യേ. എന്താ എന്താ നിധി നീ സത്യം ചെയ്യാത്തത്? അപ്പോ ഗൗതമിനോട് നീ എല്ലാം പറഞ്ഞു. ഇവളാണ് പെറ്റമ്മയെന്ന് നീ അറിയിച്ചു. അത് നീ പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യം ചെയ്യ. നീ സത്യം ചെയ്ത് താ എനിക്ക്.